It's a time for latest film news. സംസ്ഥാന ദേശീയ പുരസ്കാരം ലഭിച്ച ഒറ്റാൽ എന്ന ചിത്രം പ്രദർശനത്തിലെത്തുന്നു. കഴിഞ്ഞ വർഷം മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജയരാജാണ്. മനതിലിരുന്ന ഓലേ ഞാലി കിളി കരഞ്ഞേ. ഒറ്റാൽ 6-ാം തീയതി പ്രദർശനത്തിന്. ലോകപ്രശസ്ത ചെറുകഥാകൃത്തായ ആന്റൺ ചെക്കോവിന്റെ വാങ്ക എന്ന ചെറുകഥയാണ് സംസ്ഥാന ദേശീയ പുരസ്കാര ജേതാവായ ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ എന്ന ചിത്രത്തിന്റെ പ്രമേയം. ആന്റൺ ചെക്കോവിൻ്റെ വാങ്ക എന്ന ചെറുകഥ സിനിമയാക്കാനുള്ള ഒരു പ്രചോദനം എൻ്റെ സുഹൃത്ത് ബിജുവാണ് എന്നോട് പറയുന്നത്. അപ്പം മോസ്കോയിൽ ഒരു മഞ്ഞുകാലത്ത് ക്രിസ്മസ് രാത്രിയിൽ വാങ്ക അവൻ്റെ മുത്തച്ഛനൊരു കത്തയക്കുകയാണ്. അവിടെ നടക്കുന്ന ബാലവേല അല്ലെങ്കിൽ ആ കുട്ടി അനുഭവിക്കുന്ന പീഡനം, അവൻ ആഹാരമില്ലാതെ പുതയ്ക്കാനൊരു പുതപ്പില്ലാതെ അനുഭവിക്കുന്ന എല്ലാ ദുരിതവും ആ കഥയിലൂടെ വ്യക്തമാകുകയാണ്. അപ്പോൾ മുത്തച്ഛൻ അയക്കുന്ന കത്തിൽ പറയുന്നുണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമ്പോൾ ഒരു കുഞ്ഞു നക്ഷത്രം എനിക്ക് വേണ്ടി മാറ്റിവെക്കണം, എത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് രക്ഷിക്കണം എന്ന് പറയുന്ന ആ കുട്ടിയുടെ വേദന നമ്മളുടെ മനസ്സിലും ഒരു വേദനയായി മാറുകയും ഇന്ന് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ബാലവേല അതിനേക്കാട്ടിലും രൂക്ഷമായിട്ട് നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ആ വാങ്ക നമ്മളുടെ അന്തരീക്ഷത്തിൽ പറഞ്ഞുകൂടാ എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഒറ്റാൽ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന കൂട പോലത്തെ ഒരു ഉപകരണമാണ്. അപ്പോൾ അതിലൂടെ മീൻ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ പെട്ടുപോകുന്ന മീനിൻ്റെ അവസ്ഥയാണ് ബാലവേല അനുഭവിക്കുന്ന കുട്ടികളുടെ. ഇന്ന് പടക്ക കമ്പനികളിലും തീപ്പെട്ടി കമ്പനികളിലും ഹോട്ടലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടും കാണാതെ പോകുന്ന ഒരുപാട് ബാല്യങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ ദുഃഖം അല്ല അവരുടെ വേദനയുടെ ഒരു എക്സ്പ്രഷനാണ് ഒറ്റാൽ. പഠിക്കാൻ പോയാൽ ക്രിസ്മസിന് വരാൻ പറ്റത്തില്ലല്ലോ. കഴിഞ്ഞ വർഷത്തെ പരിസ്ഥിതിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് നവാഗതനായ ജോഷി മംഗലത്താണ്. ആദ്യ തിരക്കഥയിൽ തന്നെ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു. ഒരു നിയോഗം പോലെയാണ് ഒറ്റാൽ എന്ന തിരക്കഥ എന്നിലേക്ക് വന്നു ചേരുന്നതായിരുന്നു. ആ ആദ്യ തിരക്കഥയ്ക്ക് തന്നെ എനിക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒപ്പം ഇപ്പോഴത് റിലീസാകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സന്തോഷം. ഒറ്റാൽ എന്ന സിനിമ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു നിയോഗം പോലെ എത്തി എന്ന് പറയാൻ കാരണം, ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റായിരുന്നു. മനുഷ്യരും പ്രകൃതിയും ഭൂമിയും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു തിരക്കഥ ഞാൻ എഴുതി. അത് ശ്രീ ജയരാജിനെ കാണിക്കുകയും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയും അത് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലുള്ള ചർച്ചയിലാണ് ഒറ്റാൽ എന്ന സിനിമയിലേക്ക് വരുന്നത്. അദ്ദേഹം ശ്രീ ജയരാജ് തന്നെ ആന്റൺ ചെക്കോവിൻ്റെ വാങ്ക എന്ന ചെറുകഥയെക്കുറിച്ച് എന്നോട് സംസാരിക്കുകയും ആ വാങ്ക എന്ന ചെറുകഥ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും വായിച്ചിരുന്ന ഒരു കഥ തന്നെയാണ്. അങ്ങനെ ആ കഥയുടെ ബാലൻ്റെ വേദനകൾ അല്ലെങ്കിൽ ആ കഥയുടെ മെസ്സേജ് ഒരു സിനിമയാക്കിയാലോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും ഒറ്റാൽ എന്ന സിനിമയിലേക്ക് എത്തിച്ചിരിക്കുന്നു. കണ്ടഞ്ഞറ കൊച്ചു വന്നിട്ടുണ്ട്. അതിനൂടെ വലിയ കൂട്ടിലൊന്നും പോകണ്ട കേട്ടോ. അങ്ങനത്തെ കൂട്ടൊന്നും നമുക്ക് വേണ്ട കേട്ടാ. കുട്ടനാടിന്റെ പശ്ചാത്തലത്തിലേക്ക് പറിച്ചുമാറ്റിയ ഒറ്റാലിന്റെ ചിത്രീകരണത്തിൽ ഏറിയ പങ്കും നടന്നത് കുമരകത്താണ്. ഇന്നുവരെ ക്യാമറയെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത മീൻപിടുത്തക്കാരനായ കുമരകം വാസുദേവനാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. നന്മയുടെ ഒറ്റാലിൽപ്പെട്ട ഈ സിനിമ മലയാള സിനിമയുടെ നന്മയാണ്. എന്നെ പഠിക്കാനുണ്ടോ? ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ.